നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള PV അൻവറിന്റെ ആഗ്രഹം നടപ്പായില്ല. PV അൻവർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാനാവില്ല. പത്രികയിൽ ഒരാളുടെ ഒപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് വരണാധികാരി. PV അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. പുനഃപരിശോധന വേണമെന്ന് PV അൻവർ. നിലമ്പൂരിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കമെന്ന ആരോപണം തള്ളി നേതാക്കൾ. കുത്തിത്തിരിപ്പ് വാർത്തകൾ നിലമ്പൂരിലെ UDF വിജയത്തെ ബാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ. വ്യാജ പ്രചാരണമാണെന്ന് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. LDF സർക്കാർ നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉന്നയിച്ച PV അൻവർ തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മുൻപും ഇത്തരത്തിൽ പല ആരോപണങ്ങളും PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അവയുടെ അവസ്ഥ എന്തായി എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. UDFന്റെ ഗതികേട് കേരളം PV അൻവറിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. ഇന്നലെ നടന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുഖ്യാതിഥിയായതിൽ അടിയന്തര റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ മുഖ്യാതിഥിയായത് ബ്ലോഗർ മുകേഷ് M. നായർ. മുകേഷ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ റീൽ ചിത്രീകരണത്തിനിടെ ശരീരത്തിൽ സ്പർശിക്കുകയും അർദ്ധനഗ്നയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു എന്ന കേസിലെ പ്രതി. ക്ഷണിച്ചത് സ്കൂൾ അല്ല എന്നും മറ്റൊരു സംഘടന ക്ഷണിച്ചതാണെന്നും പരിപാടിക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് മുകേഷ് M. നായർ വന്നു കയറുകയായിരുന്നുവെന്നും ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം. തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. DGPയുടെ അന്വേഷണം പൂർത്തിയായി. പൂരം കലങ്ങിയത് അറിഞ്ഞില്ല എന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. രാത്രി 12 മണിക്ക് ശേഷം മന്ത്രി K. രാജൻ തന്നെ വിളിച്ചത് താൻ അറിഞ്ഞില്ലെന്നും അഗാധമായ ഉറക്കത്തിലേക്ക് പോയി എന്നും ADGP. ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ചലച്ചിത്ര സംഘടന FEFCA. ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ആവശ്യം ഇനി ഇല്ല എന്നും ആർട്ടിസ്റ്റ് അസിസ്റ്റൻസ് എന്ന അവരുടെ പേര് മാറ്റണമെന്നും പറഞ്ഞത് അപമാനകരമാണ് എന്ന് പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് FEFCA കോടതിയെ സമീപിച്ചു. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് സാന്ദ്ര തോമസ്. കന്നഡ ഭാഷയെക്കുറിച്ചുള്ള വിവാദ സംഭാഷണത്തിൽ നടൻ കമൽഹാസൻ മാപ്പ് പറയണമെന്ന് കർണാടക ഹൈക്കോടതി. എന്തടിസ്ഥാനത്തിലാണ് ഒരു ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയത് എന്ന് കോടതി. ഇതൊക്കെ പറയാൻ കമൽഹാസൻ ഭാഷാ വിദഗ്ധനാണോ ചരിത്രകാരനാണോ എന്ന് കോടതിയുടെ ചോദ്യം. അഭിപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് എന്ന് കോടതിയുടെ താക്കീത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധം. ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം. നെഗറ്റീവാണെങ്കിൽ RT-PCR ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് കലാശ പോരാട്ടം. 18ാം സീസണിലെ ചാമ്പ്യൻ ആരാണ് എന്ന് ഇന്നറിയാം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും ഫൈനലിൽ ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ഇരു ടീമും ഇറങ്ങുന്നത് ആദ്യ കിരീടം ലക്ഷ്യമിട്ട്.